ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. മേഘ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് മേഘയുടെ അമ്മാവൻ കാത്തു നിൽക്കുകയാണ് മനീഷിനെ. അദ്ദേഹം പറയാനെന്നിട്ട് മണി 8 ഇതുവരെ മനീഷ് വന്നില്ലല്ലോ. ഒരു ചായയും കുടിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോഴേക്കും പറഞ്ഞു തീരുന്നതിന് മുമ്പേ തന്നെ മനീഷ് അവിടെ എത്തി. ഉടൻ തന്നെ അവൻ വന്നപ്പോൾ തന്നെ കൊട്ടേഷൻ ടീംസിനെ വിളിക്കുകയാണ്. എടാ, എന്താ സാർ, ആളെത്തിയിട്ടുണ്ട്, പറഞ്ഞ ആളെത്തി എന്ന് പറയാൻ വേണ്ടി. ശരി സാർ, വേഗം വാടാ. സാർ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. എന്താ സാർ, ഇപ്പോൾ വരാം. ശരി. മനീഷും ഫോണൊക്കെ നോക്കിയിട്ട് അവിടുന്ന് ആ ചായക്കടയിൽ നിന്നും ഒരു ചായ വാങ്ങിച്ച് കുടിക്കുകയാണ്. അതിന് ചുറ്റുമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് ചായ കുടിക്കുകയാണ്. അപ്പോഴേക്കും മനോഹർ പറഞ്ഞേൽപ്പിച്ച ആൾക്കാരൊക്കെ അവിടെ തന്നെ എത്തി. എന്നിട്ട് പറയാണ്, ഏട്ടാ, പറയടാ, ഞങ്ങളിതാ ചായക്കടൻ്റെ മുമ്പിൽ തന്നെ ഉണ്ട്. എടാ, എൻ്റെ വലതുവശത്തായിട്ട് ബ്ലൂ ആൻഡ് വൈറ്റ് ഷർട്ട് ഇട്ടിട്ട് ഒരുത്തൻ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടില്ലേ? കണ്ടേട്ടാ. അവനെയാണ് നിങ്ങൾ പോയി വിരട്ടേണ്ടത്. ശരിയേട്ടാ, ഞങ്ങൾ നോക്കിക്കോളാം. അവൻ ബൈക്ക് എടുത്തിട്ട് ഇവിടുന്ന് ഇറങ്ങട്ടെ. അവനെ ഫോളോ ചെയ്ത് ആളില്ലാത്ത സ്ഥലത്ത് വെച്ച് അവനെ നമ്മൾക്ക് വിരട്ടാം. ശരി ഏട്ടാ, ഓക്കെ. മനീഷ് പിന്നെ ചായ കുടിച്ച് ഗ്ലാസും കൊടുത്ത് പൈസയും കൊടുത്ത് വണ്ടിയിൽ വന്ന് കയറുകയാണ്. മനീഷ് വണ്ടിയെടുത്ത് അപ്പുറം ഇപ്പുറം നോക്കാതെ പോവുകയാണ്. ആ സമയത്ത് വിളിക്കുകയാണ് മനോഹർ. എടോ, വാടാ. ശരിയേട്ടാ എന്ന് പറഞ്ഞ് എല്ലാവരും പെട്ടെന്ന് ധൃതി പിടിച്ച് വണ്ടി കയറി പോവുകയാണ് മനീഷിന് പിന്നാലെ. ചേട്ടാ കയറിക്കോ ചേട്ടാ, വേഗം കയറി എന്ന് പറഞ്ഞ് ധൃതി പിടിച്ച് അവൻ്റെ പിന്നാലെ പോകാൻ വേണ്ടി പാടുപെടുകയാണ്. അപ്പോഴാണ് അവർ മനീഷിന് ഓവർടേക്ക് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് സ്പീഡെടുത്ത് വരുന്നത്. എടാ, പെട്ടെന്ന് എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ വണ്ടിയെടുത്ത് മനീഷിന് പിന്നാലെ കയറി, അതായത് മനീഷിന് മുന്നിൽ കയറി ഓവർടേക്ക് ചെയ്ത് നിൽക്കുകയാണ് 3 പേരും. എന്നിട്ട് പറയാണ്, എവിടെയാടാ ധൃതി പിടിച്ച് പോകുന്നത്? എടാ, കയറടാ, ഇറങ്ങടാ വണ്ടിയിൽ നിന്ന്. മനീഷ് മര്യാദയ്ക്ക് ചോദിക്കുകയാണ്, ആരാ നിങ്ങളൊക്കെ? എടാ, ഞങ്ങൾ ആരാണ് എവിടെയാണ് എന്നൊക്കെ അവിടെ നിൽക്കട്ടെ. നീ എവിടെയാ? ഞാൻ പട്ടാമ്പിക്കടുത്തുള്ള ഒരു ഗ്രാമത്തിലാണ്. എന്താ നിങ്ങൾ ചോദിക്കുന്നേ? എടാ, പട്ടാമ്പിയിലുള്ള നീ ഇവിടെ വന്നിട്ട് എന്തിനാടാ പ്രശ്നം ഉണ്ടാക്കുന്നേ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ ആരോടാ പ്രശ്നം ഉണ്ടാക്കിയേ? നീ ആർക്കും പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനാ ഞങ്ങൾ നിന്നെ കാണാൻ ഇവിടെ വന്നത്. മനോഹർ പറയാം. എനിക്ക് നിങ്ങൾ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ മനോഹർ, നീ അത്രയും മനസ്സിലാക്കിയാൽ മതി. ഉടനെ തന്നെ നിൻ്റെ കെട്ടും ബാണ്ടവും ഒക്കെ എടുത്ത് ഇന്ന് രാത്രി തന്നെ നീ വണ്ടി കയറിക്കൊള്ളണം. മോളെ നേരം വെളുക്കുമ്പോൾ നിന്നെ ഇവിടെ കണ്ടുപോകരുത്. നിൻ്റെ നിഴൽ പോലും ഇവിടെ കണ്ടുപോകരുത്. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? എന്നോട് എന്തിനാണ് നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടി പറയുന്നത്? ആദ്യം നിങ്ങളാരാണെന്ന് പറ. എല്ലാവരും ഹെൽമെറ്റ് ഒന്ന് മാറ്റിക്കേ, ആരാണെന്ന് നോക്കട്ടെ. അപ്പോൾ അതിലൊരുത്തൻ പറയാണ്, നാട്ടിലേക്ക് പോകാൻ പറഞ്ഞാൽ പിന്നെ തർക്കിച്ചുകൊണ്ട് നിൽക്കുന്നതാടാന്ന് പറഞ്ഞ് അടി കഴിഞ്ഞു. അവർ അടിച്ച് മനുഷ്യനെ താഴെ ഇട്ടു. അപ്പോൾ മേഘയുടെ അമ്മാവൻ പറയാണ്, എടാ, കുറച്ചുകൂടി മയത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. കേട്ടില്ലെങ്കിൽ പോരെ അടി ഇടിയൊക്കെ? തുടക്കത്തിലേ ഇങ്ങനെയാ എന്താ ചെയ്യുക? പറയ്, നിങ്ങൾ ആരാണ്? എന്തിനാടാ എന്നെ വിരട്ടി നാട്ടിലേക്ക് പോകാൻ പറയുന്നത്? ഞാൻ പോകുന്നില്ലടാ. നിങ്ങൾ എന്തു ചെയ്യും? പോകുന്നില്ലേ? നീയായിട്ട് പോയാൽ നിനക്ക് കൊള്ളാം. ഞങ്ങളായിട്ടാണ് നിന്നെ അയക്കുന്നതെങ്കിൽ പീസാക്കി പാർസൽ ചെയ്യും. ഏതാ നിനക്ക് വേണ്ടത്? അവനെ പിടിച്ചോണ്ടോടാ. വാടാ ഇങ്ങോട്ട്. അങ്ങോട്ട്. എടാ, വാടാ. ആരാ നിങ്ങൾ? അത് പറയും. ആരാണെന്ന് നിങ്ങൾ എന്നോട് പറയും. പിന്നെ കാണിക്കുന്നത് ചന്ദ്രികയാണ്. ചന്ദ്രിക തുണിയൊക്കെ കഴുകി വിരിക്കുകയാണ്. അത് ഇപ്പോൾ വാഷിംഗ് മെഷീനൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ കഴുകിയിട്ട് വിരിക്കുകയാണ്. ചന്ദ്രികയുള്ളിടത്ത് ജാനകി വരികയാണ്. ജാനകി വന്നിട്ട് ഒന്ന് ചന്ദ്രികയെ നോക്കിയിട്ട് വിളിക്കുകയാണ്. ചന്ദ്രികയെ, ഒന്നിങ്ങ് വന്നേ. എന്താ മേഡം? ആരതിയെയും സിദ്ധുവിനെയും ഒരേ വീട്ടിൽ നിന്നും വിവാഹം കഴിപ്പിക്കാൻ പോവുക. ആരതിയുടെ വിവാഹം നടക്കണമെങ്കിൽ ആരതി വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ്റെ ചേട്ടത്തിയെ സിദ്ധു വിവാഹം കഴിക്കണം. എന്നാലേ ഈ വിവാഹം നടക്കുമെന്ന് ചെറുക്കൻ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുക. ആരതിക്കാണെങ്കിൽ ആ പയ്യനെ ഒരുപാട് ഇഷ്ടമായി. ആരതിക്ക് വിവാഹം എന്നൊന്നുണ്ടെങ്കിൽ അത് ആ പയ്യനുമായിട്ടായിരിക്കും എന്ന് അവൾ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുക. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് ഈ വിവാഹത്തിന് സമ്മതിച്ചേ മതിയാവും. പക്ഷേ സിദ്ധാർത്ഥ് ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ അവൻ പറയുന്നതിൻ്റെ പിന്നിലെ ഒരേ ഒരു കാരണം അത് നീയാ. നീ ഇവിടെ ഉള്ളത് കൊണ്ടാണ് അവൻ മറ്റാരെയും വിവാഹം കഴിക്കില്ല എന്ന് പറയുന്നത്. അവനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്.
നീ മനസ്സ് വെച്ചാൽ ഈ വിവാഹം നന്നായിട്ട് തന്നെ നടക്കും, ജാനകി ചന്ദ്രികയോട് പറയാം. ഞാനെന്താ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, നീ തന്നെ സിദ്ധുവിനോട് അമ്മ കാണിച്ചെന്ന പെൺകുട്ടിനെ തന്നെ വിവാഹം കഴിക്കണമെന്നും നിന്നെ മറക്കണമെന്നും പറയണം. അങ്ങനെ പറഞ്ഞാൽ അവൻ്റെ മനസ്സ് മാറുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നീ അവനെ സ്നേഹിക്കുന്നില്ലെന്നും വിവാഹം കഴിക്കുന്നില്ലെന്നും എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ സിദ്ധാർത്ഥിനോട് ചെന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ വേണ്ടി പറയും. ഇനി മേലിൽ ഞാൻ സിദ്ധാർത്ഥിനോട് അവൻ്റെ വിവാഹക്കാര്യത്തെപ്പറ്റി പറയാൻ പോകുന്നില്ല. നീ വേണം അവനെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഈ വിവാഹത്തിന് വേണ്ടി സമ്മതിക്കാൻ വേണ്ടി പറയാൻ. നീ കാരണം ആരതിയുടെ ജീവിതത്തിന് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവാൻ പാടില്ല. എങ്ങനെയെങ്കിലും ആരതിയുടെയും സിദ്ധുവിൻ്റെയും വിവാഹം ഒരേ പന്തലിൽ തന്നെ വെച്ച് നടക്കണം. അത് നിന്റെ കയ്യിലാണ് ഉള്ളത് എന്ന് പറഞ്ഞ് ജാനകി അവിടെ നിന്നും പോവാണ്. മേഘയുടെ അടുത്തേക്ക് മനീഷ് ഓടി വരികയാണ്. മേഘ മനീഷിനെ കണ്ട് ഞെട്ടുകയാണ്. മനീഷ് ഓഫീസിലേക്ക് വരികയാണ്. അപ്പോൾ മനീഷിനെ ഒന്നും ചെയ്തില്ലേ എന്നൊരു ചിന്ത മനസ്സിൽ. അപ്പോൾ അതിനിടയ്ക്ക് മനീഷ് ചോദിക്കുകയാണ്, അകത്തേക്ക് വരട്ടെ? ഇതെന്താ, മനോഹർ അമ്മാവനോട് കാശ് കൊടുത്ത് ഇവൻ്റെ കൈയും കാലും തല്ലിയൊടിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഒന്നും ചെയ്തില്ലല്ലോ. ഇവൻ എൻ്റെ മുമ്പിൽ വന്ന് ഒരു കുഴപ്പമില്ലാതെയാണല്ലോ നിൽക്കുന്നത്. വീണ്ടും അടുത്തോട്ട് പോയിട്ട് മനീഷ് വിളിക്കുകയാണ്, മേഘ, എൻ്റെ ക്യാബിനിലേക്ക് ആവശ്യമില്ലാതെ കടന്നു വരരുത് എന്ന് ഞാൻ നിന്നോട് എത്ര വട്ടം പറഞ്ഞതാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയണം, അതുകൊണ്ടാണ് ഞാൻ വന്നത്. അപ്പോൾ മേഘ ചോദിക്കുകയാണ്, എന്താ കാര്യം? എന്താ പറയാനുള്ളത്, പെട്ടെന്ന് പറയും മേഘ പറയാം മനീഷിനോട്. ഇന്നലെ രാത്രി ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു 4-5 പേർ ബൈക്കിൽ വന്നിട്ട് എന്നെ ഫോളോ ചെയ്തിരുന്നു. അവരെല്ലാവരും ഹെൽമെറ്റ് ഇട്ടിരുന്നു. എൻ്റെ വണ്ടി തള്ളിയിട്ട് എല്ലാവരും റൗണ്ടായിട്ട് എന്നെ അടിക്കാൻ വന്നു. നിനക്കറിയാലോ ഞാൻ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് ആണെന്ന്. 4 എണ്ണത്തെ ഞാൻ തല്ലി ചതച്ചിട്ടുണ്ട്. അവന്മാർ തുണി പോലും ഇല്ലാതെ ഓടി രക്ഷപ്പെട്ടു. ഇപ്പോൾ ആ 4 പേരും ഏത് ഹോസ്പിറ്റലിലാണെന്ന് ആർക്കറിയാം. പിന്നെ അവർ മനീഷിനെ കൂട്ടിക്കൊണ്ടുപോയതും തല്ലിയതും മനീഷ് തിരിച്ചു തല്ലിയതും ഒക്കെ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് മേഘയോട്. മനീഷിന് അവരെല്ലാവരും കൂട്ടം ചേർന്ന് അടിക്കാൻ നോക്കിയപ്പോൾ മനീഷ് അതിൽ ഒരുത്തനെ തള്ളിയിട്ടു, അവൻ്റെ കരാട്ട എടുത്ത് പുറത്താക്കി. അപ്പോൾ അതിൽ ഒരുത്തൻ പറയാണ്, എൻ്റെ അമ്മോ, ഇവൻ കരാട്ടയാണല്ലോ, കരാട്ട. മനോഹറും ദേഷ്യം വരികയാണ്, എടാ പോയി അടിക്കടാ. മനോഹർ ദൂരെ മാറി നിന്നിട്ട് പറയാണ്, എടാ വിവരം കെട്ടവന്മാരെ, കൊടുക്കാൻ പറയുമ്പോൾ വാങ്ങുന്നു. മനീഷ് കരാട്ട എടുത്ത് എല്ലാത്തിനെയും വിരട്ടി. അപ്പോൾ ഓരോരുത്തരും പറയാണ്, എടാ ഓടിക്കോ ഓടിക്കോ, നിൽക്കാൻ പറ്റില്ല ഇവനെടുത്ത്, ഇവൻ കരാട്ടയാണ്. മേഘ മനീഷിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, 4 പേരെയും അടിച്ചൊതുക്കിയോ? പിന്നെ അല്ലാതെ. അവന്മാർ ഒന്നിനും കൊള്ളാത്ത വാഴകളായിരുന്നു, ഈസി ആയിട്ട് എല്ലാത്തിനെയും അടിച്ചോടിച്ചു. അപ്പോൾ മേഘ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവന് കരാട്ട അറിയാലോ, അത് ഞാൻ മറന്നുപോയി. അപ്പോൾ ഇവനെ വേറെ രീതിയിൽ വേണം ഡീൽ ചെയ്യാൻ. ശരി, നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ, സേഫായിട്ട് എത്തിയല്ലോ. എന്താ മേഘ സംഭവിച്ചത്? എനിക്കിവിടെ ശത്രുക്കൾ ആരുമില്ല, പിന്നെ ആരായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക? എന്നെ തല്ലാൻ ആരായിരിക്കും ആളെ വിട്ടത്? നിനക്കാരും ശത്രുക്കളില്ലെന്ന് നീ തന്നെ പറഞ്ഞല്ലോ. പിന്നെ മറ്റാർക്കെങ്കിലും പകരം ആൾ മാറി വന്നതാണെന്നാണ് തോന്നുന്നത്. അങ്ങനെയായിരിക്കുമോ? ഹാ ഞാനത് ചിന്തിച്ചതേയില്ല. കാരണം എനിക്കിവിടെ ശത്രുക്കളില്ലല്ലോ. എന്നെ തല്ലാൻ എന്തിനാ ആളെ വിടുന്നത്? ശരി മേഘ, ഞാൻ ഇറങ്ങുന്നു. മേഘ പിന്നെ കാര്യം സാധിക്കാത്തതുകൊണ്ട് അയ്യോ എന്ന് പറഞ്ഞ് വിഷമത്തോടെ അവിടെ ഇരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് മലർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ ആ സ്ഥലത്ത് തന്നെ വെച്ചിട്ട് ചന്ദ്രിക പച്ചക്കറികളൊക്കെ അരിഞ്ഞിടുകയാണ്. അമ്മേ, ഞാൻ ഹോംവർക്ക് ചെയ്തു കഴിഞ്ഞു അമ്മേ. പുസ്തകമൊക്കെ അടച്ചു വെച്ചിട്ട് മലർ പോയി പറയാണ്. ശരി, എന്നാൽ പോയിട്ട് മോൾ കളിച്ചോ. ആരുമില്ലല്ലോ അമ്മേ, ഞാൻ ആരുടെ കൂടെ പോയി കളിക്കും? പ്രിയ ആണെങ്കിൽ മേഘേൻ്റെയുടെ കൂടെ പുറത്തു പോയി. അമ്മ വാ അമ്മേ, നമുക്ക് 2 പേർക്കും കൂടി കളിക്കാം. അമ്മയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കണടാ, വേറെ ജോലികളും ഉണ്ട്, മോൾ പോയി കളിച്ചോ. അല്ലെങ്കിൽ മോൾ കുറച്ച് നേരം അവിടെ ഇരിക്ക്, അമ്മ എല്ലാ ജോലികളും തീർത്തിട്ട് മോളെ കൂടെ കളിക്കാൻ വരാം. അപ്പോഴേക്കും ലക്ഷ്മിയും മുത്തശ്ശൻ, അതായത് മഹേന്ദ്രൻ സാറും അവിടേക്ക് വന്നു. അപ്പോൾ മലർ ഓടിപ്പോയി, ഏയ് മുത്തശ്ശ, ഏയ് മലർക്കുട്ടി എന്ന് വിളിച്ച് മുത്തശ്ശനും അവളെ കെട്ടിപ്പിടിക്കുകയാണ്. മുത്തശ്ശ, എനിക്ക് വല്ലാതെ ബോറടിക്കുന്നു. അമ്മയാണെങ്കിൽ വിളിച്ചിട്ട് വരുന്നില്ല, മുത്തശ്ശനെങ്കിലും വരുമോ? ഏട്ടൻ ചുമ്മാതെയല്ലേ ഇവിടെ ഇരിക്കുന്നത്, മലറിനൊപ്പം പോയി കളിക്ക്. അപ്പം മഹേന്ദ്രൻ സാർ ചോദിക്കുകയാണ്, എന്താ നിനക്ക് ഞങ്ങളുടെ കൂടെ കളിച്ചൂടെ? ഞാനും കളിക്കാം. അപ്പം മഹേന്ദ്രൻ സാർ ചോദിക്കുകയാണ്, എന്ത് കളിക്കും? മുത്തശ്ശ, നമുക്ക് ഒളിച്ച് കളിക്കാം. മുത്തശ്ശൻ കണ്ണു പൊത്തിക്കോ, ഞാനും മുത്തശ്ശിയും ഒളിക്കാം. മുത്തശ്ശൻ ഞങ്ങളെ കണ്ടുപിടിക്കണം. അപ്പോൾ ചന്ദ്രിക വിളിക്കുകയാണ്, മലർ, മുത്തശ്ശനെ മുത്തശ്ശിയെ ശല്യം ചെയ്യാതെ.
സാരമില്ല ചന്ദ്രികയെ, ഇവളോടൊപ്പം കളിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ അത് വേറെ എവിടെയും കിട്ടില്ല, മുത്തശ്ശൻ പറയാം. സാർ, നീയും മുത്തശ്ശിയും ഒളിച്ചോ, ഞാൻ കണ്ണുപൊത്താം. ആ ഓക്കെ. ആ ചെല് ചെല്. മുത്തശ്ശി പറയാണ്. മുത്തശ്ശൻ കണ്ണ് കെട്ടട്ടെ, എന്നിട്ട് നമുക്ക് പോകാം. മുത്തശ്ശൻ കണ്ണ് കെട്ടി എണ്ണയാണ് 1 2 3 4 എന്ന് പറഞ്ഞിട്ട്. മുത്തശ്ശൻ 10 വരെ എണ്ണി കഴിഞ്ഞതിന് ശേഷം വിളിക്കാണ്. മലർ. ആ എവിടെയാണുള്ളത്? ഇതെവിടെ പോയി? എവിടെയാ ഉള്ളത്? കാണുന്നില്ലല്ലോ. എന്നാലും രണ്ടുപേരും എവിടെ പോയി ഒളിച്ചു? കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ. ആ കണ്ടുപിടിച്ചു, ഇവിടെ ഉണ്ടായിരുന്നോ? വാ 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 എന്ന് പറഞ്ഞ് മുത്തശ്ശൻ എടുത്ത് പൊക്കുകയാണ്. എന്നിട്ട് പറയാണ്, ആ മുത്തശ്ശ, ഇനി ഞാൻ കണ്ടുപിടിക്കാം, നിങ്ങൾ രണ്ടുപേരും ഒളിച്ചോ. ശരി മുത്തശ്ശി, ഞാനും ഒളിക്കാം. അപ്പം മുത്തശ്ശി, കണ്ണടയ്ക്കും മോള്. ഏട്ടൻ വാ പോകാം. ചന്ദ്രികയെ, ഞാൻ അകത്ത് പോയി ഒളിക്കാം. ആ എന്നിട്ട് മലർ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശൻ വന്ന് പുറകെ നിന്ന് കെട്ടിപ്പിടിച്ചു. ഞാൻ വന്നേ എന്ന് പറഞ്ഞിട്ട്. മുത്തശ്ശൻ ഔട്ടായി. മുത്തശ്ശ, എനിക്ക് നിന്നോട് തോൽക്കാൻ വലിയ ഇഷ്ടമാണ്. ചന്ദ്രികയും അത് കണ്ട് ആസ്വദിച്ച് ചിരിക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്രികയുടെ കൈ മുറിഞ്ഞു. അയ്യോ എന്ന് പറഞ്ഞ് മുത്തശ്ശിയും ഓടി വരികയാണ്. അയ്യയ്യോ ചന്ദ്രികയെ, രക്തം വരുന്നല്ലോ. എന്ത് പറ്റി മോളെ? ഏട്ടാ, ഇതൊന്ന് നോക്കിയേട്ടാ. അമ്മേ എന്ത് പറ്റി അമ്മേ? അപ്പോൾ ലക്ഷ്മി പറയാണ്, എന്താ ചന്ദ്രിക, നിനക്കൊന്ന് ശ്രദ്ധിച്ചൂടെ? അത് കുഴപ്പമില്ല അമ്മേ, ഒന്നുമില്ല, ചെറിയൊരു മുറിവാണ്. ലക്ഷ്മി, നീ പോയി ഐസ് എടുത്തുകൊണ്ട് വാ. അമ്മേ, എന്താ അമ്മേ പറ്റിയത്? മലർ ചോദിച്ചുകൊണ്ടിരിക്കുക. എന്താ മോളെ, ഇങ്ങനെ ശ്രദ്ധിക്കാതിരുന്നാലോ? അച്ഛൻ പറയാം. ചെറുതായിട്ട് മുറിഞ്ഞതേ ഉള്ളൂ. ഇതാണോ ചെറിയ മുറിവെന്ന് പറയുന്നത്? എത്ര രക്തം വരുന്നു എന്ന് നോക്ക്. ലക്ഷ്മി പിന്നെ ഐസ് വെച്ച് തുടച്ച് അവിടെ ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു തുണിയെടുത്തിട്ട് മുറിച്ച് കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ കരഞ്ഞുകൊണ്ടാണ് കെട്ടുന്നത്. അപ്പോൾ ചന്ദ്രിക ശ്രദ്ധിച്ചപ്പോൾ കണ്ടതാണ് അമ്മ കരയുന്നത്. എന്നിട്ട് പറയാണ്, എന്താ അമ്മ ഇത്, ചെറിയൊരു മുറിവിന് ഇങ്ങനെ കണ്ണൊക്കെ നിറയണോ? എന്നിട്ട് ലക്ഷ്മി പറയാണ്, നിനക്കൊരു പക്ഷേ ഇത് ചെറിയൊരു മുറിവായിട്ട് തോന്നാം, പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ മുറിവാണ്. രണ്ടുപേരും വിഷമത്തോടെയാണുള്ളത്. ചന്ദ്രിക നോക്കുന്ന സമയത്ത് മഹേന്ദ്രൻ സാറും ഒരു വല്ലാത്ത വിഷമത്തോടെയാണുള്ളത്. നീ ഇന്ന് അടുക്കളയിൽ കയറണ്ട, ഞാനെല്ലാം ഉണ്ടാക്കിക്കോളാം. അയ്യോ എന്താ അമ്മേ, വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. അമ്മ പറഞ്ഞത് കേട്ടില്ല മോളെ, നീ പോയി റെസ്റ്റ് എടുക്ക്. ഇന്ന് ഇവൾ ഉണ്ടാക്കിക്കോളും, നിനക്കിന്ന് മുഴുവൻ റെസ്റ്റ്. നീ വാ ചന്ദ്രികയെ, വാ. ചെല്ലു മോളെ. ഞാൻ പറഞ്ഞാൽ രണ്ടുപേരും കേൾക്കില്ലല്ലോ. നീ ഇങ്ങ് വന്നേ, ഇവിടെ വന്ന് ഇരിക്ക്. ഇവിടെ തന്നെ ഇരിക്ക് ചന്ദ്രികയെ, ഞാൻ പോയി പാചകമൊക്കെ നോക്കിയിട്ട് വരാം. മഹേന്ദ്രൻ സാറും ചന്ദ്രികയെ തന്നെ വിഷമത്തോടെ നോക്കിയിട്ട് അവളുടെ അരിയത്ത് തന്നെ നിൽക്കുകയാണ്. ചന്ദ്രികയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും വല്ലാതെ വിഷമമാകുന്നു. അത് എന്തുകൊണ്ടാണെന്ന് ചന്ദ്രികയ്ക്ക് അറിയില്ല. പക്ഷേ അവർക്കാണെങ്കിൽ ചന്ദ്രികയ്ക്ക് ഒരു ചെറിയ മുറിവ് പോലും വലിയ മുറിവായിട്ടാണ് അവർക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. പിന്നെ സിദ്ധു ചന്ദ്രികയെ വിളിപ്പിച്ചിട്ടാണുള്ളത്. എന്നിട്ട് സിദ്ധു പറയാണ്, 2 കടലാസ് ചുരുട്ടിയിട്ടിട്ട് അതിൽ പേരും എഴുതിയിട്ടുണ്ട്. എന്നിട്ട് പറയാണ് ചന്ദ്രികയോട്, ഇതിൽ അമ്മ കണ്ട പെണ്ണിൻ്റെ പേരും അനുവിൻ്റെ പേരും ഉണ്ട്, നീ ഒന്ന് ഇതിൽ എടുക്കണം. ഈ 2 പേരിൽ നീ ആരുടെ പേരാണോ എടുക്കുന്നത് ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാം എന്നാണ് ഞാൻ തീരുമാനിക്കുന്നത്. എടുക്ക്. ചന്ദ്രിക അത് കണ്ട് എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ്, തരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇനി അടുത്ത ഭാഗം വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇത് കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.